നമസ്കാരം, സിദ്ധ തോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഫാറ്റി ലിവറിനെ കുറിച്ചുള്ളതായിരുന്നു. അത് വന്നതിന് ശേഷം നമുക്ക് കുറേ ആളുകൾക്ക് നേരിട്ടും എന്നോട് അല്ലെങ്കിൽ കമൻസ് വഴിയായിട്ടൊക്കെ അതിൽ ജീവിതശൈലിയിൽ വരുത്തേണ്ടതിനെ പറ്റിയും നമ്മുടെ ഡയറ്റ് പ്ലാനിനെ കുറിച്ചും എല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് എങ്ങനെ, ഫുഡ് ഹാബിറ്റ്സ് എന്തെല്ലാമാണ് എന്നിവയെക്കുറിച്ച് എല്ലാം വിശദമായിട്ടാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. ഒന്നും ആലോചിക്കേണ്ട, പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ: ഉറക്കം, ഭക്ഷണം, വ്യായാമം. ഈ 3 കാര്യങ്ങളെ ചിട്ടപ്പെടുത്തിയെടുത്താൽ തന്നെ നമ്മളുടെ ഒട്ടുമിക്ക അസുഖങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഉറക്കം തന്നെ ആദ്യം നോക്കാം. കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അഥവാ ചിലർക്ക് ഉറക്കം കിട്ടുന്നില്ല, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കിടന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം കിട്ടില്ല ഡോക്ടറെ, കുറേ കഴിഞ്ഞ് 10 മണിക്ക് കിടന്നാലും 12 മണിയായാലേ ഉറക്കം കിട്ടാറുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക, കുറച്ചു നേരം വായിക്കുമ്പോൾ തന്നെ നമ്മൾ താനെ ഉറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക, കൃത്യസമയത്ത് തന്നെ എഴുന്നേക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം, നമുക്ക് വ്യായാമത്തിലേക്ക് വരാം. വ്യായാമം ഏത് പ്രായക്കാർക്കും, അതായത് കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, ഒരുവിധം മുതിർന്നതിന് ശേഷം ഏത് പ്രായക്കാർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക്, അതായത് വീട്ടിൽ ചെയ്യാനാണ് താല്പര്യം, ജിമ്മൊന്നും ഞങ്ങൾക്ക് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജിം പോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണെങ്കിൽ നമ്മളുടെ സമയത്തിനനുസരിച്ച് കൃത്യമായ ഒരു 20 മിനിറ്റ്സ് മുതൽ 45 മിനിറ്റ്സ് വരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പം നമുക്കെല്ലാം യൂട്യൂബും മറ്റേ സോഷ്യൽ മീഡിയാസും എല്ലാം ഉണ്ട്. അതനുസരിച്ച് അത് നോക്കി ഒരു 20 to 45 മിനിറ്റ്സ് ഹോം വർക്കൗട്ടോ നടത്തമോ മറ്റ് യോഗ അല്ലെങ്കിൽ എയറോബിക്സ്, സൂംബ, ഏത് തരത്തിലുള്ള എക്സസൈസ് വേണമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ വ്യായാമം വളരെ അത്യാവശ്യമാണ്, അത് കൃത്യമായി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫൈനൽ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം, അതുപോലെ തന്നെ ഫൈബർ റിച്ചും കലോറി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതും, അതുപോലെ കാർബോഹൈഡ്രേറ്റ് കുറവ്. ഇങ്ങനെ കുഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് 16 നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം ഒരു 6 മണി, വൈകുന്നേരം 6 മണിക്കാണ് നമ്മൾ ഈവനിങ് ഡിന്നർ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 16 മണിക്കൂർ നമ്മളുടെ സ്റ്റൊമക്കിന് റെസ്റ്റ് കൊടുത്തതിന് ശേഷം രാവിലെ ഒരു 7 അല്ലെങ്കിൽ 8 മണിക്ക് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഈവനിങ്ങിലായിട്ട് തിരിച്ചു വരാം. രാത്രി ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്, അതായത് നമ്മൾ പറഞ്ഞു 16 മണിക്കൂറാണ് നമ്മളുടെ വിൻഡോ ഗ്യാപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വൈകുന്നേരം തലേദിവസം 6 മണിക്ക് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം ഏറ്റവും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളത്, ഒന്നെങ്കിൽ ഫ്രൂട്ട് സാലഡോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ, ഇളനീര്, കരിക്ക്, അങ്ങനെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളതും. ഓട്സ് ഉപയോഗിക്കാം, അതുപോലെ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി ഉപയോഗിക്കാം, സാലഡുകൾ ഉപയോഗിക്കാം, എന്നിവ നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റി ഉപയോഗിച്ച് അങ്ങനെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ്സ് വേണം നമ്മൾ 6 മണിക്ക് കഴിക്കാനായിട്ട്. അതോടുകൂടി നമ്മുടെ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ്. നമുക്കൊരു 8 അല്ലെങ്കിൽ 9 മണിക്ക് വരെ വെള്ളം കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പ്രോട്ടീനും ഫൈബറും റിച്ച് ആയിട്ടുള്ള, ഒന്നെങ്കിൽ ഓട്സ് എടുക്കാം, അല്ലെങ്കിൽ ഉപ്പുമാവോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റുകളെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് നമ്മൾ ഉച്ചക്കലത്തെ മീൽസിലോട്ട് എത്തി. ലഞ്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോറ് അഥവാ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെയധികം കുറച്ചതിന് ശേഷം, ഒരു കുഞ്ഞു ബൗളിൻ്റെ അളവ് മാത്രം എടുത്തതിന് ശേഷം കൂടുതൽ സാലഡുകളും വെജിറ്റബിൾസും ആഡ് ചെയ്യും. നമ്മളെപ്പോഴും നമുക്കറിയാം, കേരളീയരെല്ലാം ഒലത്ത്, തോരൻ എന്നുള്ള രീതിയിൽ ഒരു സൈഡ് ഡിഷ് ഉണ്ടാവും. അപ്പോൾ അതെന്താണോ അത് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധ വേണം. വെളിച്ചെണ്ണ അധികം ഉപയോഗിച്ചിട്ട് വേണം, വെളിച്ചെണ്ണ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അളവ് കൂടുതൽ ഉപയോഗിക്കുക. കടല, പയറ്, പരിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ തോരൻ, ഇതെല്ലാം കൂടുതലായി ഉൾപ്പെടുത്തുക. അവിയൽ, സാമ്പാർ എന്നിവയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കൂടുതൽ സാലഡുകളും ഉൾപ്പെടുത്താം. അതായത് ചോറിൻ്റെ അളവ് കുറച്ചതിന് ശേഷം ഈ തോരനോ അവിയലോ എന്താണോ അത് കൂടുതൽ ഉൾപ്പെടുത്താം. സാലഡ്, അതായത് റോ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുള്ള സാലഡുകൾ ഒരു സൈഡിൽ കൂടുതൽ ഉൾപ്പെടുത്താം. തൈരോ മോരോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി വെള്ളത്തിൻ്റെ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ കൃത്യസമയത്ത്, അതായത് ഇപ്പോൾ ഒരു 25 കിലോ ഉള്ള ആളാണെങ്കിൽ 1 ലിറ്റർ വെള്ളം എന്ന നിരക്കിൽ നമ്മളുടെ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കി ആ അളവിൽ വെള്ളം കുടിക്കുക. ഓരോ പ്രധാന മീൽസിനും, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും ഉച്ചക്കാലത്തെ മീൽസ് കഴിഞ്ഞാലും നമ്മൾ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് ഡൈജഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഈവനിങ് കാര്യം പറഞ്ഞു. ഈവനിങ് ഇപ്പോൾ ചിലർക്ക് ചായ കുടിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ ചായക്ക് പകരം ജിഞ്ചർ ടീയോ
അല്ലെങ്കിൽ പുതിനാട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി ഈ വറപൊരികളും ഡീപ് ഫ്രൈ ഐറ്റംസിനും പകരമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം, നട്ട്സ് ഉൾപ്പെടുത്താം. നട്ട്സ്, റോ സീഡ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഈന്തപ്പഴം, കാഷ്യൂ, ബദാം അതെല്ലാം അമിതമായി ഉൾപ്പെടുത്താമെന്നല്ല. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റിൻ്റെ ഒരു കൂടുന്നതും അല്ലെങ്കിൽ ക്രാവിങ്സും കാരണം കൂടുതലായിട്ട് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും പോകരുത്. കൃത്യമായ അളവിൽ ഒരു കൈപ്പിടി മാത്രം നട്ട്സ് ഉൾപ്പെടുത്തി ജിഞ്ചർ ടീയോ മറ്റ് പാനീയങ്ങളോ കുടിക്കാം.